നമസ്കാരം. സുബിനാണ്. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. അദ്ദേഹം താൻ സ്വയം ഒരു വിശുദ്ധനായിട്ടാണ് കരുതി പോകുന്നത്. അദ്ദേഹം പാലും പഴവും മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. എല്ലാ ദിവസവും ഒരു മരച്ചുവട്ടിൽ വന്നിരുന്ന് ആളുകളെ പഠിപ്പിക്കുമായിരുന്നു. ആളുകളുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ ഗ്രാമത്തിൽ തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീ താമസിച്ചിരുന്നു. ഇവരെ ഒരു മന്ത്രവാദിനിയായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. എല്ലാ ദിവസവും സന്യാസി മന്ത്രവാദിനിയെ കാണുമ്പോൾ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഇതൊക്കെയാണ്, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ ദൈവം ഇന്ന മാതിരിയൊക്കെ ശിക്ഷിക്കും, ഇന്ന ജീവിതമായിരിക്കും നിങ്ങൾക്ക് അവസാന കാലങ്ങളിൽ ലഭിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും ഭയപ്പെടുത്തുമായിരുന്നു. സന്യാസിയുടെ ഈ വാക്കുകൾ മന്ത്രവാദിനിക്ക് ഒരുപാട് പേടി തോന്നി. അവർ എല്ലാ ദിവസവും രാത്രി ദൈവത്തോട് കുറെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് വേറെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ഇതിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ ഒരു വഴി കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. സന്യാസിയും മന്ത്രവാദിനിയും മരണപ്പെട്ടു. മന്ത്രവാദിനിയെ ഒരുപാട് മാലാഖമാർ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിശാചുക്കൾ വന്ന് സന്യാസിയെയും കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പിശാചുക്കൾ വന്നപ്പോൾ സന്യാസി ദേഷ്യപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. കാരണം മന്ത്രവാദം ചെയ്തിരുന്ന ഒരു മന്ത്രവാദിനിയെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോയത്. നന്മയാണ് ഞാൻ ചെയ്തിരുന്നത്, അപ്പോൾ എന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടു. അതിന് പിശാചുക്കൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അവർ ചെയ്ത തെറ്റുകളായിരുന്നെങ്കിലും അവർ അതിൽ കുറ്റബോധം ഉണ്ടായിരുന്നു. അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് മോക്ഷത്തെക്കുറിച്ച് അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അവസാനം അവർക്ക് മോക്ഷം ലഭിച്ചു. നിങ്ങൾ മറ്റുള്ളവരെ തെറ്റുകളാണ് ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളുള്ള സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. നമ്മൾ ഈ കഥ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇത് കഥ പറയാനുള്ളൊരു കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എന്ന് മാത്രം ഒതുക്കി കാണാവുന്ന ഒരു ബന്ധമല്ല. നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയൊക്കെ ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, നമുക്ക് മെസ്സേജുകൾ അയക്കും, നമുക്കൊരു കോൺഫിഡൻസ് നൽകും. എൻ്റെ സുഹൃത്തുണ്ട്, ഈ മസ്കോൺ ബിൽഡേഴ്സ്, മസ്കോൺ ട്രേഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഖത്തറിലും സൗദിയിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് പടർന്നു കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനുണ്ട്, സെയ്ദ് മുഹമ്മദ് ഖാൻ. എല്ലാ ദിവസവും അദ്ദേഹം എനിക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ അയച്ചു തരും. ഇടയ്ക്ക് വോയിസ് മെസ്സേജുകളും ഒക്കെ ആയിട്ട് അയച്ചു തരും. നമ്മളൊരു കോൺഫിഡൻസ് നൽകും, നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കും. നമ്മളൊന്ന് വീണുപോയി എന്ന് തോന്നുന്ന നേരത്തൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സഹോദരനാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജ് ഇപ്രകാരമാണ്: നമ്മൾ മനസ്സ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മാത്രം ലോകത്തിന് പോലും നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് പുസ്തകങ്ങളിലും ഒക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചാവാം എന്ന് തോന്നി എനിക്ക് ഇന്നത്തെ വീഡിയോ. നമ്മൾ പലപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ പല ആളുകൾ പറയും, നിങ്ങൾ ആദ്യം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചോളോ, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമ്മളും എന്താ ചെയ്യുക, നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പഠിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് 5 കിലോമീറ്റർ അകലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോഴേ ഡ്രസ്സും പൊക്കി പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. അവിടെ എത്തുമ്പോൾ വെള്ളപ്പൊക്കം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള മുൻകരുതൽ നടപടികൾ എടുത്താൽ മതിയാവും. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് നേരിടാം. പലപ്പോഴും ഈ BPL ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. എനിക്കുള്ള എന്ത് കിട്ടിയില്ല, എനിക്ക് കിട്ടാനുള്ള അർഹതയുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയില്ല, എനിക്ക് എന്നെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല, എനിക്ക് കുറേ സൗജന്യങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു BPL ലിസ്റ്റിൽ പെടുത്തുകയാണെങ്കിൽ. നമുക്കതിന് പകരം എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന, മറ്റുള്ള ആളുകൾക്കൊക്കെ പണം സമ്പാദ്യങ്ങൾ നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വളരുകയാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ല കാര്യം. നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരാളായി നമ്മൾ വളർന്നു എന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ നമുക്കും മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായും എല്ലാം നമ്മൾ വളരും. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.